മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ പ്രോബ്ലം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ? If P of n is a statement about n and P of 1 is true, second one, if P of k is true, then P of k plus 1 is true for k belongs to P of n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറുമായിട്ട് കണക്ട് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. P of 1 ട്രൂ ആണ്. ഒന്നാമത്തെ കാര്യം, P of k ട്രൂ ആവുമ്പോഴൊക്കെ P of k plus 1 ട്രൂ ആണ്. ഇത് ഏത് കേക്കും ശരിയാണ്. Then P of n is true for all n belongs to. This result is called principle of mathematical induction. ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളവിടെ നോക്കുന്നത്. ഫസ്റ്റ് പ്രോബ്ലം നോക്കുക. 1 square plus 2 square plus etc plus n square equal to n into n plus 1 into 2n plus 1 by 6. Prove by mathematical induction. അപ്പോൾ ആദ്യം നമ്മൾ കാണേണ്ടത് P of 1 ട്രൂ ആണോ, P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്താൽ P of k plus 1 ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇത് രണ്ടും ശരിയായാൽ ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാ നാച്ചുറൽ നമ്പറിനും ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. റൈറ്റ്? അപ്പോൾ P of 1 എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. P of 1 ഇവിടെ 1 മുതൽ n വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സം ആണ്. അപ്പോൾ 1 മുതൽ 1 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ സം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് 1 സ്ക്വയർ, റൈറ്റ് സൈഡ് എന്ത് വരും 1 into 1 plus 1 into 2 into 1 plus 1 divided by 6. What is that? 2 into the 3 വരും, that is 6 by 6 equal to 1. So the result holds. അപ്പോൾ നമ്മൾ പറയുന്നതാണ് റിസൾട്ട് ഹോൾഡ്സ് ഫോർ n equal to 1. ഇനി ഇൻഡക്ഷൻ അസംഷൻ ആണ് നെക്സ്റ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഇതാണ് പറയാം, ഇൻഡക്ഷൻ അസംഷൻ. എന്താണ് ഇവിടെ ഇൻഡക്ഷൻ അസംഷൻ ആക്കി എടുക്കേണ്ടത്? k എന്നുള്ള നാച്ചുറൽ നമ്പർ k ആവുമ്പോൾ ഈ റിസൾട്ട് ട്രൂ ആണ്. n equal to k ആവുമ്പോൾ the result is true. The result is true for n equal to k. The result is true for n equal to k എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. അതായത് 1 square plus 2 square plus etc up to k square equal to k into k plus 1 into 2k plus 1 divided by 6. ഇതാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. ഇനി നമുക്ക് കാണേണ്ടത്, we have to prove that the result is true for n equal to k plus 1 using this result. Using this result, or we have to use this result to show that if whenever this result holds, ഇത് എപ്പോഴൊക്കെ ശരിയാവുന്നോ അപ്പോഴൊക്കെ 1 square plus 2 square plus etc plus k plus 1 whole square ഇതേ റിസൾട്ട് ഹോൾഡ് ചെയ്യും. അതായത് കേക്ക് k plus 1 എടുത്താലും ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യുന്നതാണ്. Now നമ്മൾ ഈ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക, k plus 1 സ്ക്വയർ വരെയുള്ള നമ്പറിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കുക, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക.
ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളുടെ കയ്യിലുള്ള സാധനം ഇതാണ്, ഇത് ഈ റിസൾട്ട്. അപ്പോ ഇവിടെ ഇവിടെ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് കെ പ്ലസ് 1 സ്ക്വയറിന്റെ തൊട്ട് മുമ്പ് എന്തുണ്ടാവും? കെ സ്ക്വയർ ഉണ്ടാവും. അപ്പൊ ഈ സമ്മിന് നമുക്ക് മുകളിലുള്ള റിസൾട്ട് ഉപയോഗിക്കാലോ. ഇതിന് നമ്മൾ എന്താ എഴുതും? ഈക്വൽ ടു, ഇതിന് പകരം കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 എന്ന് എഴുതാലോ. പ്ലസ് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇത് സിംപ്ലിഫൈ ചെയ്യാൻ എങ്ങനെ നമ്മളുടെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യാം. ഇതിപ്പോ കെ പ്ലസ് 1 രണ്ടെന്നും കോമൺ എടുക്കാം. ബാക്കി എന്താണ് വരിക? കെ ഇൻറ്റു 2k പ്ലസ് 1 എന്ന് പറഞ്ഞാല് 2k സ്ക്വയർ പ്ലസ് കെ എന്നാണ് വരിക. ഡിവൈഡ് ബൈ 6 എന്നുള്ളത് 6 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആയാൽ 6 ഇൻറ്റു ഇവിടെ കെ പ്ലസ് 1 പുറത്ത് വരുന്നത് കെ പ്ലസ് 1 മാത്രമേ ഉണ്ടാവുള്ളൂ. ഡിവൈഡ് ബൈ 6 കെ പ്ലസ് 1 ഇൻറ്റു ഇത് 2k സ്ക്വയർ പ്ലസ് 6k പ്ലസ് k 7k പ്ലസ് 6 ഡിവൈഡ് ബൈ 6 എന്നാണ് വരിക. ഇനി നമുക്ക് എന്താണ് ഇവിടെ കിട്ടേണ്ടത് നോക്കാം. ഇവിടെ നമുക്ക് നമുക്ക് ആവശ്യമുള്ള റിസൾട്ട്, ഈ റിസൾട്ടിൽ കെ പ്ലസ് 1 എന്താ വരിക? കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 1 ആണ് 2k പ്ലസ് 2k പ്ലസ് 3 എന്നാണ് വരിക. 2k പ്ലസ് 3 ഡിവൈഡ് ബൈ 6 എന്നാണ്. ഇതാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. കെ പ്ലസ് 1 ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി എന്താണ് കിട്ടേണ്ടത്? കെ പ്ലസ് 2 ഇതിൽ കോമൺ കിട്ടണം. കെ പ്ലസ് 2 കോമൺ കിട്ടണമെങ്കിൽ കെ പ്ലസ് 2 കോമൺ കിട്ടണമെങ്കിൽ കെ പ്ലസ് 2നോട് ഇവിടെ 2k സ്ക്വയർ ആവുമ്പോൾ എന്ത് വരും? 2k ഇതിനോട് മൾട്ടിപ്ലൈ എന്ത് വരിക? 2k സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. സോറി, 2k സ്ക്വയർ പ്ലസ് 4k എന്ന് വരും അല്ലേ? അപ്പൊ ഇവിടെ 2k സ്ക്വയർ പ്ലസ് ഈ ടേമില് 2k സ്ക്വയർ പ്ലസ് 4k നമുക്ക് കിട്ടണം. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാല് k പ്ലസ് 1 ഇൻറ്റു ഇതിനെങ്ങനെ എഴുതുക? 2k സ്ക്വയർ പ്ലസ് 4k പ്ലസ് 2k സ്ക്വയർ പ്ലസ് 4k പിന്നെ 3k പ്ലസ് 6 ഉണ്ടാവും, റൈറ്റ്? ഡിവൈഡ് ബൈ 6. this is equal to k plus 1 into ഇതിന് k പുറത്തെടുത്താൽ 2k പുറത്തെടുക്കുക. 2k into k plus 2 വരും. അടുത്ത രണ്ട് ടേമിന് 3 കോമൺ എടുത്താലും k plus 2 വരും. അപ്പൊ ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. k plus 2 കോമൺ എടുക്കാൻ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഈ രണ്ട് ടേമിലും 2k പ്ലസ് 4k ആണെങ്കിലേ നമുക്ക് k plus 2 കിട്ടുള്ളൂ. അപ്പൊ ബാക്കിയുള്ള ടേമിന് ഓട്ടോമാറ്റിക്കലി അവിടെ k plus 2 പുറത്ത്. ഈ രണ്ട് ടേമിനും k plus 2 കോമൺ എടുക്കുക. k plus 1 into k plus 2 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 2k plus 3 divided by that is equal to k plus 1 into k plus 1 plus 1 into 2 into k plus 1 plus 1 whole divided by 6, right? So the result holds for n equal to, so result is true for n equal to k plus 2. Therefore 1 square plus 2 square plus etc plus n square equal to n into n plus 1 into 2n plus 1 by 6 for all natural numbers. Show that a minus b is a factor of
a raised to n minus b raised to n for every n belongs to n. a minus b a raised to n minus b raised to n ന്റെ ഫാക്ടർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. a minus b is a factor of a minus b, a minus b is a factor of a square minus b square, a minus b is a factor of a cube minus b cube and so on. ഏത് നാച്ചുറൽ നമ്പർ ആണെങ്കിലും a minus b a raised to n minus b raised to n ന്റെ ഫാക്ടർ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ n equal to 1, ഇവിടെ n equal to 1 ആകുമ്പോൾ എന്താണ്, ആദ്യം നമുക്ക് a minus b is a factor of n ന് 1 എടുത്താൽ a raised to 1 minus b raised to 1 ആണ്. that is a minus b. a minus b is a factor of a minus b എന്നുള്ളത് obvious ആണ് അല്ലേ, ക്ലിയർ ആണ്. so result holds when n, therefore result holds when n equal to 1. Next, assume a minus b is a factor of a raised to k minus b raised to k. This induction assumption, ഈ assumption ഉപയോഗിച്ചിട്ടാണ് നമുക്ക് a minus b is a factor of a raised to k minus b raised to k പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളത് ചെയ്യാൻ, sorry, a minus b is a factor of a raised to k plus 1 minus b raised to k plus 1 ചെയ്യുന്നത്. അപ്പോൾ a raised to k plus 1 minus b raised to k plus 1 നെ നമ്മൾ അങ്ങോട്ട് സിംപ്ലിഫൈ ചെയ്യും. ഇതിൽ നിന്ന് ഇതിന്റെ ഒരു ഫാക്ടർ ആണ് a minus b എന്ന് കിട്ടണം. ഇതിൽ നിന്ന് a minus b കോമൺ ഫാക്ടർ എടുക്കാൻ പറ്റും എന്ന് കിട്ടണം. അത് കിട്ടാൻ നമ്മൾ ചെയ്യുന്നത് a raised to k plus 1 നെ നമുക്ക് a raised to k into a എന്ന് എഴുതാം, മൈനസ് ബി റേസ് ടു കെ പ്ലസ് 1 ബി റേസ് ടു കെ ഇൻറ്റു ബി എന്ന് എഴുതാം. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കോമൺ ഫാക്ടർ എടുക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ എ റേസ് ടു കെ ഇൻറ്റു എ നമുക്ക് ഒരു പുതിയ ടേമിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. ഈ ഫസ്റ്റ് ടേമിലെ ഫസ്റ്റ് മൾട്ടിപ്പിളും സെക്കൻഡ് ടേമിലെ സെക്കൻഡ് മൾട്ടിപ്പിളും വെച്ചിട്ട്, ദാറ്റ് ഈസ് മൈനസ് എ റേസ് ടു കെ ബി പ്ലസ് എ റേസ് ടു കെ ബി മൈനസ് ബി റേസ് ടു കെ ബി. അപ്പൊ ഈ രണ്ട് ടേമും നമ്മൾ സബ്ട്രാക്ട് ചെയ്യും ആഡ് ചെയ്യുകയും ചെയ്ത ടേം ശരിക്ക് ക്യാൻസൽ ആയി പോകുന്ന രണ്ട് ടേമുകളാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇനി ഉപയോഗപ്പെടുത്തുക. അതിന് നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് ടേമും കോമൺ ഫാക്ടർ എടുക്കുക, ഈ രണ്ട് ടേമും കോമൺ ഫാക്ടർ എടുക്കുക. ഈ രണ്ട് ടേമിൽ ഏതാ കോമൺ ഫാക്ടർ എടുക്കാൻ പറ്റുക? എ റേസ് ടു കെ ഇൻറ്റു എ മൈനസ് ബി പ്ലസ് ഇവിടെ ബി കോമൺ എടുക്കുക, എ റേസ് ടു കെ മൈനസ് ബി റേസ് ടു കെ. ഇവിടെ നമുക്ക് a minus b, ഇവിടെ a minus b is a factor of this term. a minus b is a factor of this term കാരണം induction assumption ഉണ്ട് a minus b is a factor of this. അപ്പോൾ a minus b can be taken as common from RHS. Since a minus b is a factor of a raised to k minus b raised to k, a minus b can be taken as common from right hand side. അല്ലേ? ഇവിടെ a minus b ഉണ്ട്, ഇവിടെ a minus b ഉണ്ട്, അവിടെ നേരിട്ട് കാണുന്നില്ല. പക്ഷേ a raised to k minus b raised to k ന്റെ ഒരു ഫാക്ടർ a minus b ആണ്. അപ്പൊ ആ a minus b ഈ a minus b പുറത്തെടുത്താൽ ഒരു ടേം കിട്ടും. സോ ഇതിന്റെ ഒരു ഫാക്ടർ എന്താണ് കിട്ടും? that is therefore a minus b is a factor of a raised to k plus 1 minus b raised to k plus 1. So a minus b is a factor of a raised to n minus b raised to n for every n belongs to